ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അതിന് ഫ്ലിക്സിൻ്റെ അവക്കാഡോയുടെ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് നാളായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഓയിൽനെസ് ഒക്കെ കുറയ്ക്കും, ഓയിൽനെസ് ഒക്കെ കൺട്രോൾ ചെയ്യും. നമുക്കൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഒരുപാട് നാളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ് പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം. നല്ല മോയ്സ്ചറായിട്ടിരിക്കും, ഓയിൽനെസ്സൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട്, ഫേസിലും നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സൺസ്ക്രീൻ, ഇതെൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീനാണ്. ഇതിപ്പോൾ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ച് അതിൻ്റെ ചാറ് വരെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇത്തിരിയേ ഉള്ളൂ. അത് ഞാൻ ഞെക്കി പിഴിഞ്ഞ് ഒരു വിധത്തിൽ എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി വന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. ചില സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വൈറ്റ് കാസ്റ്റ് ഒക്കെ വരും. പക്ഷേ ഇത് വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, പെട്ടെന്ന് അങ്ങ് അബ്സോർവ് ആകും. നന്നായിട്ടൊന്ന് ഫേസിൽ ഫുൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പെടലിയിലും നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് എലൈറ്റിൻ്റെയാണ്. ഇത് ഞാൻ കുറച്ച് നാളായിട്ടുണ്ട്. നേരത്തെ ഞാൻ മെബിലിൻ്റെയാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ എലൈറ്റിൻ്റെ പുതിയതായിട്ടൊന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. പക്ഷേ ലാസ്റ്റിംഗ് ഒന്നുമില്ല. ഒരു ഇങ്ങനെ എടുത്തു നിൽക്കും ഭയങ്കരമായിട്ട്. ഒന്ന് ഫുള്ളൊന്ന് കണ്ണിൻ്റെ ചുറ്റിലും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാതെ. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഷുഗറിൻ്റെയാണത്. ഞാനിത് ബ്ലഷാണ്. ഇത് ഞാൻ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല കളർ, പിങ്ക് കളറാണ് വരുന്നത്. ഇത് 300 സംതിങ് ആണ്. ഇതിപ്പോൾ പർപ്പിളിൽ നിന്ന് ഓഫറിന് വാങ്ങിച്ചതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് വാങ്ങിച്ചത്. നല്ലതാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പിരിവൊന്ന് എഴുതാം. ഫസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കുഞ്ഞു പിരിവ് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ നന്നായിട്ട് വലിയ രീതിയിൽ എഴുതും. എനിക്ക് വലിയ പിരിവ് ഇഷ്ടം, കുറച്ച് വീതിയിലുള്ളത്. ഇത് 30 രൂപയുടെ ആയപ്പോൾ പെൻസിലാണ്. പക്ഷെ നല്ല രസം എഴുതാനായിട്ടാണെങ്കിലും നല്ല സുഖമാണ്. ഒരു നാച്ചുറൽ ഫിനിഷാണ്. ചില പെൻസിൽ എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ എടുത്ത് നിൽക്കത്തില്ല പിരിവ്, പക്ഷെ ഇത് എടുത്ത് നിൽക്കത്തില്ല. ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. കണ്ടില്ലേ, നല്ല രസമില്ലേ? എനിക്ക് വീതിയുള്ള പിരിവ് ഇഷ്ടം. പക്ഷെ എനിക്ക് വീതിയുള്ള പിരിവ് ഇതുവരെയായിട്ട് വളർന്നിട്ടില്ല. ഞാൻ എഴുതി വെക്കുന്ന ഇത്ര കണ്ടില്ല, 2 പിരിവത്തിൻ്റെ വ്യത്യാസം കണ്ടില്ല. പക്ഷെ എഴുതി വെച്ചാൽ തോന്നത്തില്ല. നാച്ചുറൽ ഫിനിഷിങ് അത് എഴുതി കഴിയുമ്പോഴത്തേക്ക്. ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക. എഴുതി കഴിഞ്ഞിട്ട് കോമ്പും കൂടെ ചെയ്ത് കൊടുക്കണേ. കണ്ടില്ല, 2 പിരിവത്തിലെ വ്യത്യാസം എഴുതിയതിൻ്റെ. ഇപ്പുറത്തും അതുപോലെ എഴുതിയിട്ട് കുറച്ച് നേരം എടുക്കും ഇത് എഴുതി ഒന്ന് പിടിപ്പിക്കണമെങ്കിൽ. നല്ല ഭംഗിയല്ലേ 2 എഴുതി വന്നപ്പോഴത്തേക്ക്? നേരത്തെ ഫസ്റ്റ് കണ്ടതിനെക്കാട്ടിലും.
നേരത്തെയൊക്കെ ഞാൻ എഴുതുമ്പോൾ എല്ലാവരും പറയും ദിഗംബരനാന്ന് പറയും. ഇപ്പോൾ എല്ലാവരും എഴുതി കണ്ട് ഇപ്പോൾ ഭംഗിയാന്ന് പറയുന്നുണ്ട്. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഭംഗിയില്ലേ? അത് കഴിയുമ്പോൾ നമുക്ക് ഐലൈനർ എഴുതി കൂടെ. ഇത് ഫേസ് സ്കാനറുടെയാണേ. നല്ല ഐലൈനറാണ്. ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. തീർന്നു. ഞാനൊരു പുതിയ വാങ്ങണ തീർന്നു കഴിഞ്ഞത്. കണ്ണ് ഞാൻ വാലിട്ട് എഴുതുവേ. അടിയിൽ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും കണ്ണെഴുതാറില്ല. വല്ലപ്പോഴും ഒക്കെ എഴുതാറുള്ളൂ. എനിക്ക് മേളിൽ എഴുതുന്നത് ഇഷ്ടം. ചെറിയൊരു വാലൊക്കെ ഇട്ട് എഴുതുന്നതാണ് ഇഷ്ടമേ. 2 കണ്ണിലും ഒന്ന് എഴുതട്ടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലോങ് വീഡിയോ ഇടുന്നത്. ഇപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കണ്ണെഴുതി കഴിഞ്ഞ് ഇനി നമുക്ക് ബ്ലഷ് ഇടാം. എൻ്റെ ബ്രഷ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഇടാം. കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്ന ഒന്നും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. നല്ല ബ്ലഷ്, ഒരു പിങ്ക് കളറാണ് വരുന്നത്. മൂക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ലിപ് ബാം ഫസ്റ്റ് ഇടേണ്ടതായിരുന്നു, പക്ഷേ ലാസ്റ്റാണ് ഇട്ടത്. ഇത് ഡെർമാക്കോയുടെ ലിപ് ബാമാണ്. കോജിക് ആസിഡ് പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കും. ഇപ്പം ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വേറെ ബ്രാൻഡിൻ്റെയൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് ചുണ്ട് കറക്കുമായിരുന്നു. പക്ഷേ ഇപ്പം കറക്കുന്നില്ല. പിഗ്മെൻറ്റേഷൻ മാറി വരുന്നുണ്ട്. ഈ ലിപ് ബാം ഞാൻ എന്നും അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കാറ്. ഒരു പൊട്ടും കുത്തി കൊടുത്ത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല ലാസ്റ്റിംഗ് ആണ്. എനിക്കൊരു ഫുൾ ഡേ ഒക്കെ നിൽക്കാറുണ്ട് ഈ ലിപ്സ്റ്റിക്ക്. ഇത് NYBയുടെ ലിപ്സ്റ്റിക്കാണ്. സെക്സി സാങ്ക്രിയ എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് നെയിം വരുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല ലൈറ്റ്, നമ്മൾ ഇട്ടിട്ടുണ്ടോയെന്ന് അറിയത്തേ ഇല്ല. ഭയങ്കര ലൈറ്റ് വെയ്റ്റ്. ചിലത് ഇടുമ്പോൾ ഭയങ്കര ഡ്രൈ ആകത്തില്ല ലിപ്സ്റ്റിക്ക്. പക്ഷേ ഇതങ്ങനെ ഡ്രൈ ആകത്തേ ഇല്ല. നല്ല ഷെയ്ഡാണ് വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തലയിലൊന്ന് സിറ അപ്ലൈ ചെയ്യാം. എൻ്റെ ഹെയർ സ്മൂത്തൻ ചെയ്തതാണ്. ഒരു 8 മാസമൊക്കെ കാണും. അതിപ്പം നന്നായിട്ട് ചുരുണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ പോവാം. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു ഇത്. നന്നായിട്ട് ചുരുണ്ട് ഫ്രണ്ട് ഫുള്ള്, താഴെ മാത്രമേ കോല് പോലെ കിടക്കുന്നു. അപ്പം ബോട്ടോക്സ് ചെയ്യാമെന്ന് വെച്ച്. അതാകുമ്പോൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണല്ലോ. നന്നായിട്ട് സിറം ഒന്ന് അപ്ലൈ ചെയ്യാവേ. എന്നിട്ട് കോമ്പ് വെച്ചൊന്ന് കോമ്പ് ചെയ്യാവേ. ഇത് തടിയുടെ കോമ്പ്. ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. ആകുമ്പോഴത്തേക്കും മുടി ഇതും കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ചെടയൊക്കെ പെട്ടെന്ന് പോകും. മറ്റേ ചീപ്പ് പോലത്തെ അല്ല. വേദനയൊന്നും എടുക്കത്തില്ല ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും. ഒരു സ്മെല്ലും ഉണ്ട്. നല്ല സ്മെല്ലാണ് ഈ കോമ്പിന്. ഇതാണ് അപ്പം എൻ്റെ ഫൈനൽ ലുക്ക്. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. പിന്നെ നമുക്ക് ലാസ്റ്റ് ബോഡി ലോഷനും കൂടെ അപ്ലൈ ചെയ്യാം. ഇത് വാസ്ലിൻ്റെയാണ്, കൊക്കോയുടെയാണ്. നല്ല സ്മെല്ലാണ്. അത് കയ്യിലും ഇടയിലും കാലിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. നല്ല സ്മെല്ലാണ്. നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. വൈകുന്നേരം വരെ ഇരിക്കും. അതെല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് നമ്മുടെ പെർഫ്യൂം. ഇത് പ്ലമ്മിൻ്റെയാണ്. ഇത് വാനില വൈബ്സ് എന്ന് പറയും. ഇത് നല്ല ലാസ്റ്റിങ്, നല്ല സ്മെല്ല്. വൈകുന്നേരം വരെ, അത് തുണിയൊക്കെ അലക്കാൻ എടുക്കുമ്പോൾ ഈ സ്മെല്ല് കാണാം. നല്ല ലാസ്റ്റിങ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.